ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, ആ ഒരു രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വേദനിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഡിപ്രഷനിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും വളരെയധികം ഒരു ഡിപ്രഷനിലും വിഷമത്തിലും ഒക്കെയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഒരു ആൻസൈറ്റി, ഉത്കണ്ഠ ഉള്ളതായിട്ട് കാണുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പം ഈ ഒരു സെപ്പറേഷന് ശേഷം, അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് അവർക്ക് വന്നു ചേരുന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ആ നെഗറ്റീവായിട്ട് ആണ് വന്നു ചേരുന്നത് എന്ന ഒരു കാര്യം അവർ തിരിച്ചറിയുന്നു. കൂടാതെ ലൈഫിൽ പല പാഠങ്ങളും ഇവർ പഠിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അതായത് ഇവർക്ക് പലരെയും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പല സമയത്തും നിങ്ങൾ പറഞ്ഞിരുന്ന സമയത്തൊക്കെ അവരൊക്കെ നല്ലവരാണ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള റെസ്പോൺസ്. പക്ഷെ ആ ഒരു വ്യക്തികളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. പല പല കാര്യങ്ങളിലൂടെ ശരിയാണ്, നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം കറക്റ്റ് ആണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിലും വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകി ഒരു ഇമ്പോർട്ടൻസ് നൽകാനാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാനും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഒരു പുതിയ ലൈഫിലേക്ക് നടന്നു കയറാനുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതും നിങ്ങളോട് പറയാനായിട്ട്, നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. കൂടുതൽ നിങ്ങളോട് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ മറ്റു ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അതിലേക്കൊന്നും പോകാതെ നിങ്ങളിലേക്ക് തന്നെ വരാനായിട്ട്, നിങ്ങളോടൊപ്പം വളരെയധികം റൊമാൻറ്റിക് ആയ രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെയും തരാത്തൊരു സ്നേഹം തരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന തേർഡ് കാർഡ് 6 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്കൊരു ചാൻസ് മുന്നോട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഒത്തിരി അതിനുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അപ്പം ആദ്യ സമയങ്ങളിലൊന്നും തന്നെ ഇത്തരം പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യമില്ലായിരുന്നു നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നിരിക്കാം. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ അവരെ വളരെയധികം മാറ്റിയിരിക്കുന്നു. അവരുടെ ലൈഫിൽ, അവരുടെ ചിന്താഗതിയിൽ എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ചാരിറ്റി, അവർക്കിപ്പോൾ വെൽത്ത് ഒക്കെ നല്ല രീതിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയുള്ള ഒരു നിലയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി സാമ്പത്തികമായിട്ട്, ഫൈനാൻഷ്യൽ പരമായിട്ട് ഉയർന്ന ഒരു ഇതിലുള്ള വ്യക്തി തന്നെയായിരിക്കണം. പക്ഷെ ഒരു ആരെയും സഹായിക്കാനോ യാതൊരു രീതിയിലോ ചാറ്റ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് അതിനൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് വരുന്നു. അത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളിലൂടെയാണ് അവർ അതിലേക്ക് എത്തിയിരിക്കുന്നത്. അന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ജീവിതത്തിന്റെ പല തലങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് ക്യൂൺ ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ ഒരു സോർഡ്സിന്റെ എനർജി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോള് ഉള്ള ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നു. നല്ല ബുദ്ധിയുള്ള, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ആ വ്യക്തി. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പേഴ്സൺ എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഇവിടെ ആ ഒരു പേഴ്സന്റെ കാര്യം പറയുമ്പോൾ ഓരോരുത്തർക്കും ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അങ്ങനെ ആരുമായിരിക്കാം. അപ്പൊ ആ ഒരു പേഴ്സൺ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്ക് ലൈഫിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ അറിയാം. എല്ലാ കാര്യങ്ങളും എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതിന്റെ സത്യം എന്താണ്, മുന്നിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് മിന്നുന്നതെല്ലാം പൊന്ന് എന്ന രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ആര് ചിരിച്ചു കാണിച്ചാലോ അവരൊക്കെ എല്ലാം നല്ലവരാണ് എന്നുള്ള രീതിയിൽ അവരുടെ പുറകെ പോവുകയും പല പല കുഴിയിൽ ചെന്ന് ആടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതൊന്നുമല്ല ശരി, ഇത് ഇന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിരുന്നു, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരാണ് ഈ ഒരു വ്യക്തിയെ നേർവഴി കാട്ടിക്കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുവഴിയാണ് അവർക്ക് ആ ഒരു അവരുടെ മുന്നിൽ നടക്കുന്ന ആ ട്രൂത്ത്, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന ഒരു കാർഡ് നൈറ്റ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതുവഴി ഈ ഒരു കാർഡ് വഴി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് തരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെയും അവരൊരു ജസ്റ്റിസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് എഫേർട്ട് ഇട്ടതിന് ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇവരെ സ്നേഹിച്ചതുപോലെ ഇവർ തിരിച്ച് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജസ്റ്റിസ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു നീതി നിങ്ങൾക്ക് കിട്ടണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷന് വരണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ആരെങ്കിലും വഴി ഒന്ന് അറിയിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഒത്തിരി നാളുകളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ നിങ്ങളെ തേടി എത്തുന്നതാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഒരു റീകൺസിലേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു കാർഡ് റീകൺസിലേഷൻ്റെ ഒരു കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു റീസ്റ്റാർട്ട് തന്നെയാണ്. നിങ്ങളോടുള്ള ആഴത്തിലുള്ള ആ ഒരു സ്നേഹവുമായിട്ട് അവർ വീണ്ടും നിങ്ങളിലേക്ക് ഓടി അടുക്കുന്നതായിട്ടാണ്. ഒരുപാട് അങ്ങനെ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഈ വ്യക്തി കൊതിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു റീകൺസിലേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ്. അവർ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വന്നതിന് ശേഷം നിങ്ങളോട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാനും ഒക്കെ ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. ഇനി ആ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇവർ പലരുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിയോടൊന്ന് പറയൂ, എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കാൻ പറയണം. ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ഈ വ്യക്തി പ്ലാനുകളൊക്കെ തയ്യാറാക്കി വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരു മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 6 ഓഫ് സോർഡ്സ് ആണ് നമുക്കൊരു മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട്
ഈ വ്യക്തി എന്ത് തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ചെയ്യാനും ഈ ഒരു സമയത്ത് അവർ തയ്യാറാണ്. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇനി ഈ ഇന്ന കാര്യങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താനായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വരെ മാറ്റി നിർത്താനായിട്ട് ഇവര് ഈ ഒരു സമയത്ത് തയ്യാറാണ്. നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിന് ഇവർ തയ്യാറാണ് എന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സുകളോ ഒക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കാം നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട്സുകളിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കോംപ്രമൈസിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തനിക്ക് ഇനി ഒരു അവസരം കൂടി നൽകണമെന്ന് അവര് നിങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു വഴക്ക്, നിങ്ങൾ തമ്മിലൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിവാരി തേച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അതൊക്കെ ഇനി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് നല്ല രീതിയിൽ പോകുമോ, അതാണ് ഇവർക്ക് ഒരു ആൻസൈറ്റി ഉണ്ടെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ, ഒരു ഉത്കണ്ഠയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്, ഒരു ഫിയർ അവർക്ക് കാണുന്നുണ്ട് എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കാർഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് ഇവരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പുറകോട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് നിർത്തുന്നത്. അപ്പൊ അവര് നിങ്ങൾക്കും അതുപോലെ തന്നെ അവർക്കും ഒരു ഹീലിംഗ് ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഈ ഒരു ഹീലിംഗ് ഒക്കെ വന്ന് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവർ നല്ല രീതിയിൽ താഴ്ന്നു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട്, നിങ്ങൾക്കൊരു റെസ്പെക്ട് നൽകിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒത്തിരി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ വെളി രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്തിന് പുറത്ത് ലോങ് ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളവരും നമുക്കവിടെ എനർജി കിട്ടുന്നുണ്ട്. ഒത്തിരി ആളുകളെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര അകലത്തിലാണ് നിങ്ങൾ ആയിരുന്നാലും അവിടെ നിന്ന് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. ഈ മാസ്റ്റർ കാർഡിലൂടെ അതാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന ഒരു എനർജി. ഇപ്പോൾ ഒത്തിരി ദൂരെ നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് വന്ന് കണ്ട് സംസാരിക്കാനായിട്ട് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. അത് ഞാൻ വരികയാണ് എന്ന് പറയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് വിളിച്ചു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ജോഡിയായിട്ട് വരുന്ന ബട്ടർഫ്ലൈസോ, അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസ്, വൈറ്റ് ഫെദേഴ്സ്, അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള പക്ഷികൾ, ഇങ്ങനെ ബേർഡ്സ് ഇങ്ങനെ ആകാശത്തൂടെ പല ഇതിൽ പറന്നു പോകുന്നത്, അങ്ങനെ ഉള്ള ഇത് സയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുന്നു, ഒരു സന്തോഷത്തിന്റെ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സയൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇടയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നതും, നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് വീണ്ടും നമുക്ക് ഈ എനർജീസിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് ഉടനെ എത്തും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ കണ്ട് സംസാരിക്കാനുള്ള ഒത്തിരി ആളുകൾക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു എന്ന് തന്നെയുള്ള എനർജീസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഓക്കെ, അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. അവരെന്തെങ്കിലും തരത്തിലുള്ള മോശമായി സംസാരിക്കുകയോ എന്തെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് മോശമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് സോറി ചോദിക്കുകയാണ്.
ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, ഈ ഒരു സമയത്ത് അവര് നിങ്ങളോട് പറഞ്ഞു പോയ പല വാക്കുകളും തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഇവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ അവരെ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടും ഇവർക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതുപോലെയൊക്കെ തോന്നുന്നുണ്ടാകാം. അപ്പോൾ അതാണ് അവർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഞാൻ എൻ്റെ ചിരിയുടെ മറവിൽ എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ഒളിച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, യെസ് ഐ ആം ജെലസ് ബിക്കോസ് ഐ എം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനി വൺ, യു ആർ മൈൻ. ഓക്കെ, അപ്പൊ നിങ്ങളോട് അസൂയ ഉള്ളതുപോലെയൊക്കെ അവർ സംസാരിക്കുകയും ഇടപഴകുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വളരെ ടോക്സിക് ആയ രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ അതും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഇതിന് കാരണം ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു. ഞാൻ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനോ നിങ്ങളുടെ സമയം ഷെയർ ചെയ്യുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം വിത്ത് എനിവൺ യു ആർ മൈൻ. ഓക്കെ, നീ എൻ്റേത് മാത്രമാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്. ഓക്കെ, എന്നാണോ നിങ്ങളെ കണ്ടുമുട്ടിയത് ആ നിമിഷം മുതൽ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഓക്കെ, എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നു. ഓക്കെ, ഗിവ് മീ സം ലവ്, ഐ എം സോറി. വീണ്ടും വീണ്ടും അവർ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. അവർ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കുന്നു. കുറച്ച് സ്നേഹം മാത്രം എനിക്ക് തന്നാലും എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ ആയിരിക്കാം. ഗോൾഡൻ കളർ, നമ്പർ 22, യെല്ലോ കളർ, നമ്പർ 13. ഓക്കെ, 11 എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാകാം. അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള സയൻസ് ആണ്. ഗവൺമെന്റ് സർവീസ്, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പുള്ള ഒരു പേഴ്സൺ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കാം. ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. സിംഗിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ഡ്രൈവർ, നമ്പർ 33, ആർട്ടിസ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. 1999 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ട്രൂ ലവ്. ഓക്കെ, ഇതൊരു ട്രൂ ലവ് ആണെന്ന് പറയുന്നു. മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഐസ്ക്രീം ലവർ, നമ്പർ 9. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ക്രേസി, നിങ്ങളുടെ പേഴ്സൺ നല്ല ക്രേസി ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്രേസി ആയിരിക്കാം. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ യു കിട്ടുന്നുണ്ട്. ലെറ്റർ പി, ലെറ്റർ എക്സ്, ലെറ്റർ ആർ, നമ്പർ 25, ലെറ്റർ ഒ. ചൈൽഡിഷ് ആയിട്ടുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ലയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെപ്റ്റംബർ മന്ത്, അതുപോലെ തന്നെ ഓക്കെ മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. പെറ്റ് ലവേഴ്സ്, 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1982, റോസ് കളർ, ലെറ്റർ ഡി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ ടാറ്റു ആർട്ടിനോട് ഒത്തിരി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളും ആയിരിക്കാം. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.